The moving coil in a dynamometer type wattmeter is connected dash in series with the fixed coil across the load, in series with the load across the supply. മൂവിങ് കോയിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്തെ നമ്മൾ മൂവിങ് കോയിൽ അത് നമ്മൾ എവിടോട്ടായിരിക്കും ലോഡിന് അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് റോട്ടർ യൂസ്ഡ് ഇൻ ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റർ. ലോ ആൻഡ് മീഡിയം സ്പീഡ് ഓൾട്ടർനേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് സാലിയൻ പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് പോൾ ടൈപ്പാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ദി നമ്പർ ഓഫ് സ്ലിപ്പ് റിങ്സ് ഇൻ എ റൊട്ടേറ്റിംഗ് ഫീൽഡ് സിസ്റ്റം ടൈപ്പ് ഓൾട്ടർനേറ്റർ. ഓക്കെ, ഓൾട്ടർനേറ്റർ ഫീൽഡ് സിസ്റ്റം, ഫീൽഡ് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഓൾട്ടർനേറ്ററിൽ വരുന്ന നമ്പർ ഓഫ് സ്ലിപ്പ് റിങ്സ് എത്ര എണ്ണമാണ്? യൂഷ്വലി 2 ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ട്രാൻസ്ഫോമർ കണക്ഷൻ യൂസ്ഡ് അറ്റ് ദി സബ്സ്റ്റേഷൻ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, സബ്സ്റ്റേഷൻ എൻഡ്, ട്രാൻസ്മിഷൻ ലൈൻ വന്ന് അവസാനിക്കുന്ന സബ്സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എന്നാണ് ചോദ്യം. സ്റ്റാർ ആണോ, ഡെൽറ്റ ആണോ, ഡെൽറ്റ സ്റ്റാർ ആണോ, സ്റ്റാർ ഡെൽറ്റ ആണോ? ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരുന്നത് എന്താണ്, ട്രാൻസ്മിഷൻ ലൈൻ എപ്പോഴും 3 ഫേസ് 3 വെയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, ഡെൽറ്റ ആയിരിക്കും വരേണ്ടത്, പ്രൈമറി ഡെൽറ്റ വരണമെന്ന് വിചാരിക്കും. അവിടെയാണ് തെറ്റുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈന് 3 ഫേസ് 3 വെയർ തന്നെയാണ്. പക്ഷേ നമ്മൾ ആ ട്രാൻസ്മിഷൻ ലൈൻ എൻഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റാർ ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ വീണ്ടും ഒരു സംശയം, അപ്പോൾ സ്റ്റാർ ആണെങ്കിൽ ന്യൂട്രൽ വേണ്ടേ? ന്യൂട്രൽ വെയർ നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 ഫേസ് 3 വെയർ തന്നെയാണ് ട്രാൻസ്മിഷൻ ലൈൻ വരുന്നത്. അത് വന്നിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൽ കയറും. എന്നിട്ട് നമ്മൾ ഈ ന്യൂട്രലിനെ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്? നമുക്ക് ഡെൽറ്റ സ്റ്റാർ ഉപയോഗിച്ചാൽ പോരായിരുന്നു. കാരണം സെക്കൻഡറിയിൽ നമുക്ക് ലോഡ് വരുന്നത് സിംഗിൾ ഫേസും 3 ഫേസും ലോഡ് വരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ന്യൂട്രൽ അവൈലബിൾ ആവണ്ടേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ യൂഷ്വലി ഈ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് എല്ലാം എന്താണ്, ഹൈ കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. അപ്പോൾ പവർ ട്രാൻസ്ഫോമേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയൊക്കെ എക്കണോമിക്കലാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ശ്രമിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈമറി സ്റ്റാർ ആയതുകൊണ്ട് നമുക്ക് എന്താണ്, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവ് മതി. നമ്പർ ഓഫ് ടേൺസ് കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് അത്രയും കോപ്പർ സേവ് ചെയ്യുകയാണ്. കോപ്പർ സേവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ്, ഈ ഡിസൈൻ നമുക്ക് എക്കണോമിക്കലാണ്. പിന്നെ നമ്മൾ ന്യൂട്രലുണ്ട്, പ്രൈമറിയിൽ ന്യൂട്രൽ ഉള്ളതുകൊണ്ട് കാരണമായിട്ടുണ്ട് നമുക്ക് ഈ ന്യൂട്രലിനെ പിടിച്ച് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അത് കാരണമായിട്ട് ഡിസ്റ്റോർഷൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, അല്ലേ? അത് മാത്രമല്ല എന്താണ്, അൺബാലൻസ് ലോഡിനെ നമുക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ദ ട്രാൻസ്ഫോമർ കണക്ഷൻ യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർ ഡെൽറ്റ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദി പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, പാരലൽ ഓപ്പറേഷൻ ഓഫ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ പാരലൽ ഓപ്പറേഷൻ ആണെങ്കിൽ എന്ത് വേണം, അതിൻ്റെ വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, പൊളാരിറ്റി സെയിം ആയിരിക്കണം, ഫേസ് സീക്വൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദി പാരലൽ ഓപ്പറേഷൻ ഓഫ് 2 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഷുഡ് ബി, നമുക്കറിയാം അപ്പോൾ വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം, പൊളാരിറ്റി സെയിം ആയിരിക്കണം, ഫേസ് സീക്വൻസ് സെയിം, ഇതെല്ലാം വേണം. അപ്പോൾ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് റേഷ്യോ, ഓപ്ഷൻ ബി സെയിം പൊളാരിറ്റി, ഓപ്ഷൻ സി സെയിം ഫേസ് സീക്വൻസ്, നെക്സ്റ്റ് ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും വേണം. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അവിടെ ഫേസ് സീക്വൻസ് വരുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്നത് ഓപ്ഷൻ എയും ബിയും ആണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവർ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ദാറ്റ് ഈസ് ആൻസർ ബോത്ത് എ ആൻഡ് ബി ആണ്. നെക്സ്റ്റ്, ദ മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഓഫ് സീരീസ് മോട്ടോർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ട്രെയിൻസ്. ഇലക്ട്രിക് ട്രെയിൻസിൽ യൂസ് ചെയ്യുന്ന ട്രാക്ഷൻ മോട്ടോർ, അതായത് സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഏതാണ്? അത് ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡാണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ദ ഡി സി ജനറേറ്റർ യൂസ്ഡ് ഫോർ ദി ആർക്ക് വെൽഡിംഗ് പ്രോസസ്. ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ഡി സി ജനറേറ്ററാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ആൻ ഇലക്ട്രിക് കറണ്ട് ഓഫ് 10 ആംപിയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 branches of 2 ohm resistance and 3 ohm resistance respectively. The branch current in the 3 ohm resistance is, അതായത് നമുക്കൊരു കറണ്ട് വരുന്നു, അത് 2 ബ്രാഞ്ചിലോട്ട് സ്പ്ലിറ്റായി പോകുന്നു. ആ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ഓമും 3 ഓമുമാണ്. അങ്ങനെയാണെങ്കിൽ 3 ഓമിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ചാൽ മതി. കറണ്ട് ഡിവിഷൻ റൂൾ എന്തോ പറയുന്നത്, എവിടുത്തെ കറണ്ടാണോ കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് അത് കറണ്ട് എവിടുത്തെ കണ്ടുപിടിക്കുന്നത്, 3 ഓം റെസിസ്റ്റൻസിലെ കറണ്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മെയിൻ കറണ്ടിൻ്റെ നമുക്ക് വരുന്ന ഇൻപുട്ട് കറണ്ട് പ്രൈമറി കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. ഇവിടുത്തെ കേസാണെങ്കിൽ നമുക്ക് ഇൻപുട്ട് കറണ്ട് എത്ര, 10 ആംപിയർ ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് 3 ഓമിലെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വാൾ ഏതാണ്? 2 ഓം ബ്രാഞ്ചാണ്. അപ്പോൾ 10 × 2
divided by sum of resistance. Main current into opposite branch resistance divided by sum of resistance. 10 into 2 divided by 2 plus 3, that is 10 into 2 divided by 2 plus 3, 5. But 20 divided by 5, that is equal to 4 ampere into option A. Next, a 3-phase induction motor is wound for 4 poles. The synchronous speed of the motor is 3-phase induction motor. അപ്പോൾ നമുക്കറിയാം NS is equal to എന്താണ്? സിംഗിൾ സ്പീഡ് NS is equal to 120 f/p ആണ്. That is 120 into 120 into frequency 50. 120 into 50 divided by 4 is equal to നമുക്ക് 1500 rpm കിട്ടും. Option B. Next, the armature torque produced in a DC motor is proportional to. Torque is proportional to, നമുക്കൊരു DC മോട്ടറിനാണെങ്കിൽ നമുക്ക് torque is proportional to 5I ആണ്. ഫ്ലക്സ് ഇൻറ്റു ആർമേച്ചർ കറണ്ട് ആണ്. ഓക്കെ, DC സീരീസ് മോട്ടർ ആണെങ്കിൽ നമുക്കറിയാം ഫ്ലക്സും ആർമേച്ചർ കറണ്ടും പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് സീരീസ് മോട്ടർ അപ്പം എന്താണ്? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദി ആർമേച്ചർ കറണ്ട്. ഓപ്ഷൻ C. നെക്സ്റ്റ്, ഡ്യൂറിങ് ചാർജിങ് ഓഫ് എ ലെഡ് ആസിഡ് സെൽ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഈസ്. ഓക്കെ, നമുക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സെല്ലിൻ്റെ ചാർജ് പറയുന്നത്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത്, ആ റീചാർജ് ചെയ്യുന്ന സമയത്ത് ആ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി സെൽ എന്തുവാ ചെയ്യുന്നത്? ദാറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറയുന്നതനുസരിച്ച് നമ്മൾ പറയും ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞെന്ന് പറയും. Therefore, using charging of a lead acid cell, the specific gravity of the electrolyte increases. Option B. Next, the power consumption of a purely capacitive circuit. Purely capacitive circuit power consumption എന്തായിരിക്കും? The power consumed by a purely capacitive circuit is 0. Option A. Next, a coil has a resistance of 6 ohm and a reactance of 8 ohm connected in series. Impedance is, നമുക്കറിയാം Z is equal to root of R square plus X square ആണ്. ഇവിടെ R എന്ന് തന്നിട്ടുണ്ട്, X എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 36 പ്ലസ് 64, ദാറ്റ് ഈസ് റൂട്ട് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഓം എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ദ EMF ഓഫ് എ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ. ഒരു ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2.1 വോൾട്ട് ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം ദ ഹീറ്റിംഗ് എലമെൻറ്റ് ടു ദ മെറ്റീരിയൽ ബീങ് അയൺഡ് ഇൻ ആൻ ഇലക്ട്രിക് അയൺ ഈസ് ഡൺ ബൈ യൂസിങ്. ഓക്കെ, അതായത് നമ്മുടെ തേപ്പ് പൊട്ടിക്കകത്ത് ഹീറ്റിംഗ് എലമെൻറ്റിൽ നിന്ന് നമ്മുടെ തുണിയിലോട്ട് എങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ്? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഇറ്റ് ഈസ് ഡൺ ബൈ യൂസിങ് എ സോൾ പ്ലേറ്റ് ആണ്. താഴെ വെച്ചേക്കുന്ന ഒരു പ്ലേറ്റ് വഴിയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് കപ്പാസിറ്റൻസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ കണക്റ്റിംഗ് ഗിവൺ കപ്പാസിറ്റേഴ്സ് ഈസ്. ഓക്കെ, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്കൊരു 2-3 കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഹൈ കപ്പാസിറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്താൽ മതി? പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. അപ്പോൾ കുറയുവാണ് ചെയ്യുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കൂട്ടണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, 3 resistances of 4 ohm are connected in parallel. The equivalent resistance will be, ഓക്കെ, 4 ohm റെസിസ്റ്റൻസ് 3 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 1/R equivalent is equal to 1/R1 plus 1/R2 plus 1/R3 ആണ്. അപ്പോൾ ഇവിടെ എല്ലാം വാല്യൂ 4 ആണ്. ദാറ്റ് ഈസ് 1/R equivalent is equal to 1/4 plus 1/4 plus 1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. 1/R equivalent is equal to നമുക്ക് എന്ത് കിട്ടും? 3/4 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ R equivalent is equal to എന്താണ്? 4/3 ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ്, the compensating windings are connected in dash of DC generator. Okay, the compensating windings are connected in series with the field winding, parallel with the field winding, series with the armature winding, parallel with the armature winding. എപ്പോഴും കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഒരു DC ജനറേറ്ററിൽ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, സീരീസ് വിത്ത് ദി ആർമേച്ചർ വൈൻഡിങ്.